ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 29-ാം സങ്കീർത്തനം 11-ാം തിരുവചനം സങ്കീർത്തകന്റെ മനോഹരമായ പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങയുടെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യണമേ. കർത്താവേ, അവിടുത്തെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യണമേ. നമ്മുടെ ദൈവം ശക്തിയുടെ ദൈവമാണ്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ശക്തി പ്രദാനം ചെയ്തില്ലെങ്കിൽ നമ്മൾ തളർന്നവരും മടുപ്പുള്ളവരായിട്ട് മാറും. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ കരുത്തുള്ളവരായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് തന്നെ തന്റെ ശക്തി പ്രദാനം ചെയ്യണം. ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കർത്താവേ, സഹനശക്തി ഞങ്ങൾക്ക് നൽകണമേ. സഹിക്കുവാനുള്ള ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് സഹനശക്തിയുടെ ആത്മാവാണ്. കർത്താവിന്റെ തിരുഹിതം അനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ സഹനശക്തി കൂടിയേ തീരുവെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യത്താൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ, നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും വേദനകളിലെല്ലാം നമ്മൾ സഹനശക്തിയുള്ളവരായി രൂപപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സഹിക്കുവാനുള്ള ശക്തി നൽകണമേ. പ്രതിസന്ധികളുടെ ഈ നാളുകളിൽ സഹനശക്തിയുടെ ആത്മാവിൽ ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. സഹിക്കുവാനുള്ള ശക്തി നൽകി ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. പരാതികളിൽ നിന്ന് പിറുപിറുപ്പുകളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ വിമുക്തമാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. സഹനശക്തിയുടെ ആത്മാവായി പതിനായിരങ്ങളിൽ അനേകം കുടുംബങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരഘോഷത്തോടെ നമ്മൾ ഉള്ളു തുറന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ശക്തി പ്രദാനം ചെയ്യണമേ. കർത്താവേ, ശക്തി പ്രദാനം ചെയ്യണമേ. സഹനശക്തിയിൽ വളരുവാൻ ഞങ്ങളോട് കൃപ ചെയ്യണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രവാചകരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയിൽ ആവസിച്ച പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മുടെ ജീവിതങ്ങളിൽ ഇറങ്ങി വരുന്ന സമയം, അനേകരെ ബലപ്പെടുത്തുന്ന സമയം. എല്ലാം മറന്ന് ഈ വരികൾ പാടി കർത്താവിനെ സ്തുതിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുകയാണ്. We worship Lord. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഈ വരികൾ അതൊന്ന് അനുഭവിച്ച് പാടുകയെ. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ബോധ്യത്തോടെ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യമൻ രാജാവൻ കൂട്ടാളിയായ സർവശക്തനായ സർവാധിപനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നത്? കൂട്ടാളിയായ എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. യേശുവേ, എന്തിനീ വ്യാകുലം,
എന്തിനെ ഭാരങ്ങൾ, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആനന്ദദായകം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം, 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 കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ മധ്യേ വരണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹിക്കാനുള്ള കൃപ തരണമേ. സഹനശക്തിയുടെ ആത്മാവായി പതിനായിരങ്ങൾ കത്തിപ്പടരണമേ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ് ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കുക. ദൈവശക്തിയായി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരാതികളിൽ നിന്ന്, വിറുവിറുപ്പുകളിൽ നിന്ന്, അസംതൃപ്തികളിൽ നിന്ന് കർത്താവിന്റെ ആത്മാവേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ദൈവവചനത്തിന്റെ ശക്തിയാലെ, ദൈവ സാന്നിധ്യത്തിന്റെ കൃപയാലെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രവാചകരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അപ്പോസ്തലന്മാരെ ശക്തീകരിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ ആവസിച്ച പരിശുദ്ധാത്മാവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളിലും കഷ്ടതകളിലും കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള വിശ്വാസത്തിന്റെ കൃപ തന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ രാജാവും കർത്താവുമായ ഈശോയെ ആരാധന, അങ്ങേക്ക് ആരാധന. പരിശുദ്ധ അമ്മേ, ക്രിസ്ത്യാനികളുടെ സഹായമായ ഞങ്ങളുടെ പൊന്നു അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ഫലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സഹനങ്ങളിൽ നഷ്ടധൈര്യരാകരുത്. കർത്താവിൻ്റെ ജനം സഹനങ്ങളിൽ നഷ്ടധൈര്യരാകരുത്. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ നാളുകളിൽ തൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ഈ ആലോചനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് ഒരുപാട് വ്യക്തികൾ അസ്വസ്ഥരും അസംതൃപ്തരുമാണ്. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ സംഭവിക്കുന്ന തകർച്ചകള്, ദുരിതങ്ങള്, ചില ദുരന്തങ്ങൾ, പരാജയങ്ങൾ മൂലം എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇതെല്ലാം സംഭവിക്കുന്നത് അറിയാതെ ആകുലപ്പെട്ട് ആശങ്കയിൽ കഴിയുന്ന പതിനായിരങ്ങള് നമ്മുടെ മധ്യയിൽ. വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കുന്ന ജനലക്ഷങ്ങളാണ് ഇന്ന് ആഗോള സഭയിലുള്ളത്. ലോകത്തിന് വിവിധ ദിക്കുകളിൽ ഒരു ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ സഹിക്കുന്ന ഒരുപാട് സഹനാത്മാക്കളുണ്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ
ക്രിസ്തീയ സഹനത്തിന്റെ മൂല്യം പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. സഹനങ്ങളിൽ ക്രൈസ്തവരായ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം? നമ്മൾ എപ്രകാരമാണ് നമ്മുടെ വിശ്വാസത്തെ പ്രതിയും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്തെ പ്രതി നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ നോക്കിക്കാണേണ്ടത്? സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി ഇതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? നമ്മളെ പരിശോധിക്കാനായി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സഹനങ്ങളുടെ അഗ്നിപരീക്ഷകളുടെ സമയങ്ങളിൽ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു എന്നതുപോലെ നമ്മൾ ആരും പരിഭ്രമിക്കരുത്, സങ്കടപ്പെടരുതെന്ന് വ്യക്തമായി ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനകളുണ്ട്, അഗ്നിശോധനകളുണ്ട്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കഠിനമായ കഠോരമായ സഹനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു ക്രൈസ്തവൻ തിരിച്ചറിയണം, വൈ ലോർഡ്, എന്തുകൊണ്ട് ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളില്ല. ഇത് അപ്രതീക്ഷിതമല്ല. ക്രൈസ്തവ വിശ്വാസത്തിൽ സഹനങ്ങൾ ഉണ്ട് എന്ന് പത്രോസ് ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ അരൂപി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പരിശോധനകൾ നമ്മളെ തകർക്കുവാനോ നശിപ്പിക്കാനുള്ളതല്ല, വിശ്വാസ ജീവിതത്തിൽ നമ്മളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുവാനാണ്, നമ്മൾ ആത്മീയ പക്വതയിലേക്ക് വളർത്തുവാൻ ദൈവം നൽകുന്ന ഫോർമേഷനാണ് ഈ സഹനങ്ങളും കഷ്ടതകളെല്ലാം. ഇത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആത്മീയ ദർശനമാണ് ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാം വചനത്തിൽ ഈ മെസ്സേജാണ് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരുവൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ, മറിച്ച് ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ! എത്ര അത്ഭുതകരമായ വചന ഇത്! കർത്താവിന്റെ വചനത്തെ പ്രതി, നമ്മുടെ വിശ്വാസത്തെ പ്രതി നമുക്ക് പീഡനങ്ങൾ, സഹനങ്ങൾ, ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിൽ ലജ്ജിക്കരുത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അതിൽ അഭിമാനിച്ചുകൊണ്ട് നമ്മെ വിളിച്ചവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആഹ്വാനമാണ് സഭാമക്കൾക്ക് വിശുദ്ധ പത്രോസ് നൽകുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ഏറ്റവും ആവശ്യമായത് സഹനശക്തിയുടെ ആത്മാവാണ്, സഹിക്കുവാനുള്ള കൃപയാണ്. അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ് വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ, യുഗാന്ത്യ സഭയിലെ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കൃപയാണത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ആവശ്യമായിരിക്കുന്നത് സഹനശക്തിയാണെന്ന് വചനം വ്യക്തമാക്കുകയാണ്. സഹനശക്തി. അതുകൊണ്ടാണ് ഹെബ്രായ പുസ്തകം നമ്മൾ കാണുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് സഹനശക്തി കൂടിയേ തീരൂ. സഹിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. ഒരു സോറി പറഞ്ഞ് തീരുന്ന വിഷയമാണെന്ന് സുപ്രീം കോടതി വരെ പോണം. എന്താ കാരണം? നമുക്ക് സഹിക്കാൻ മനസ്സില്ല. സഹനങ്ങളെ ഭാരമായും
സഹനങ്ങളെ പലപ്പോഴും പൈശാചികമായും സഹനങ്ങളെ ശാപഗ്രസ്തമായും കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹനങ്ങൾ രക്ഷാകരമാണെന്ന് ഓരോ ക്രൈസ്തവരും തിരിച്ചറിയണം. പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 വചനങ്ങളിൽ നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നു. കഷ്ടതകള് നമ്മളെ നശിച്ച് തകർത്ത് കളയാനുള്ളതല്ല. പൗലോസ് പറയാ നമ്മൾ അതിൽ അഭിമാനിക്കുന്നു. കാരണം കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകള് നമുക്ക് സഹനശീലം തരികയാണ്, സഹിക്കാനുള്ള കരുത്ത് തരികയാണ്. നമ്മളൊരു ചൊല്ലു പറയാറില്ലേ, തീയിൽ മുളച്ചത് വെയിലത്ത് വാടോ എന്ന്. ഇതുപോലെ തന്നെയാണ് കഷ്ടപ്പാടുകളിലൂടെ വളരുന്ന ഒരു ആത്മാവ് സഹനശക്തിയിൽ കരുത്തുള്ള ആത്മാവായിട്ട് മാറും. ഈ സഹനശക്തിയാണ് നമുക്ക് ആത്മധൈര്യം തരുന്നത്. നമ്മൾ പലരുടെയും ജീവിതത്തിൽ പഠിച്ചു നോക്കി, പലപ്പോഴും വിവിധങ്ങളായ സഹനങ്ങളിലൂടെ കർത്താവ് ഫോർമേഷൻ കൊടുത്തിട്ടുള്ള വ്യക്തികളുടെ ജീവിതം പരിശോധിച്ചോ, അവര് ധീരരായിരിക്കും. ഒരു പ്രതിസന്ധി വരുമ്പോഴേക്ക് തൊട്ടാവാടി സ്വഭാവക്കാരായിരിക്കുകയില്ല. ഒരു പ്രതികൂലം മുന്നിൽ കാണുമ്പോഴേക്കും അവരാകെ നിരാശപ്പെട്ട് പരാതി പറഞ്ഞ് പിറുപിറുത്ത് ദൈവകൃപയിൽ നിന്ന് അകറ്റപ്പെടുന്നവരാകുകയില്ല. ആ പ്രതിസന്ധിയെ നോക്കി പലപ്പോഴും പുഞ്ചിരിക്കുന്നതായി അവരുടെ ജീവിതങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് പറ്റും. സഹിക്കുന്നവർക്കാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത്. ഈ ആത്മധൈര്യം ഉള്ളവർക്കാണ് കർത്താവായ യേശുവിൽ പ്രത്യാശിക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മ നൽകുന്ന ആലോചനകള് നമ്മൾ വേണ്ട വിധം തിരിച്ചറിയണം. സഹനങ്ങളിൽ നമ്മൾ അസ്വസ്ഥരും അസംതൃപ്തരാകരുത്. എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളുണ്ട്. ഈ ദുഃഖ ദുരിതങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമ്പോൾ ആത്മധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും ആത്മാവിനാൽ നമ്മൾ പൂരിതനാവുകയാണ്. പൗലോസ്ലീഹയുടെ ജീവിതത്തിലൂടെ ഈ സന്ദേശം കൂടുതൽ ആഴത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമാക്കി തരികയാണ്. പൗലോസ് എന്താ പറഞ്ഞത്? തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായി നിരവധിയെ സഹനങ്ങള് കർത്താവിൻ്റെ വചനത്തെ പ്രതി, വിശ്വാസത്തെ പ്രതിയാണ് ഈ സഹനങ്ങളെല്ലാം പൗലോസിന് നേരിടേണ്ടി വന്നത്. പൗലോസ് തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 1:12 വ്യക്തമാക്കുകയാണ്, ഈ കാരണത്താലാണ് ഞാൻ ഇവയെല്ലാം സഹിക്കുന്നത്, എനിക്കതിൽ ലജ്ജയില്ല. ഈ കാരണത്താലാണ് ഇവയെല്ലാം ഞാൻ സഹിക്കുന്നത്. താൻ ആർക്കു വേണ്ടിയാണ് സഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. താൻ എന്തിനു വേണ്ടിയാണ് ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയാ, ഞാനതിൽ ലജ്ജിക്കുന്നില്ല, എനിക്ക് പരാതിയില്ല, എനിക്ക് അസംതൃപ്തി ഇല്ല, പിറുപിറുപ്പില്ല, ആരോടും പരിഭവമില്ല. ഈ സഹനങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. സഹനങ്ങളിൽ പൗലോസ് നഷ്ടധൈര്യനായില്ല. ഈ ഒരു സ്പിരിറ്റാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമുക്ക്. നമ്മൾ എന്തുമാത്രം വചനം കേൾക്കുന്നവരാ, നമ്മൾ പല വിധത്തിലും പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, സഭയുടെ കുദാശകളിൽ പങ്കുചേരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഈ സഹനശക്തിയുടെ ആത്മാവിൽ നമ്മളെ വളർത്തുന്നുണ്ടോ എന്ന് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം. സഭ നമുക്ക് നൽകുന്ന ഈ ശുശ്രൂഷകളെല്ലാം ഈ വിധത്തിൽ നമ്മെ വളർത്തണം. ഇല്ലെങ്കിൽ ഇതെല്ലാം പാഴല്ലേ, ഇതെല്ലാം വ്യർത്ഥമല്ലേ. പൗലോസ് പറഞ്ഞു, എനിക്ക് ലജ്ജയില്ല, ഞാനതിൽ അഭിമാനം കൊള്ളുകയാണ്.
എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ എന്തൊക്കെയാ? കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാം വചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഏഷ്യയിൽ വെച്ച് എനിക്ക് നേരിട്ട ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരണത്തോളം എത്തുമാറ് കഠോരമായ വിധത്തിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. ഇത് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല, വിശുദ്ധ പൗലോസ് ഇത് പറയുന്നത്. ഒരുപാട് ക്ലേശങ്ങൾ എനിക്കുണ്ടായി, മരണത്തോളം എത്തുമാറ് ഞാൻ കഠോരമായി പീഡിപ്പിക്കപ്പെട്ടു. ഈ സഹനങ്ങളിൽ പൗലോസ് മടുത്തു പോയില്ല. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കണം. എഫോസസിലെ മൂപ്പന്മാരോട്, സഭാ നേതൃത്വത്തോട് താൻ ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. എഫോസസിൽ ഞാൻ കാലെടുത്ത് വെച്ച നിമിഷം മുതൽ ഈ സമയം വരെ എനിക്കുണ്ടായ പരീക്ഷണങ്ങള്, സഹനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം. പരിശുദ്ധാത്മാവ് ഞാൻ ഓരോ നഗരത്തിൽ ചെല്ലുമ്പോഴും എന്നെ അറിയിക്കുന്നുണ്ട്, കാരാഗ്രഹവും പീഡനവുമാണ് പൗലോസേ നിന്നെ കാത്തിരിക്കുന്നത്. എന്നാൽ ഈ മുന്നറിയിപ്പുകളിലൊന്നും പൗലോസിലേക്ക് അസ്വസ്ഥനായില്ല. കാരണം തനിക്ക് ലഭിക്കുന്ന സഹനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. പൗലോസിലേക്ക് അത് ഒരു തകർച്ചയായിട്ടോ നാശമായിട്ടോ ശാപമായിട്ടൊന്നും അപ്പോസ്തലൻ കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുകയാണ്. ഇതെല്ലാം സഭയ്ക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി പൗലോസ് അത് രൂപപ്പെടുത്തുകയാണ്. എന്റെ ജീവന് വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. ഇത് പ്രസംഗിക്കാൻ എന്തൊരു എളുപ്പ പ്രിയപ്പെട്ടവരെ. ഹൃദയം തുറന്ന വചനം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എന്റെ ജീവന് വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ ജീവൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുന്നു. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. കാരണം വില കൊടുത്ത ചിലപ്പോൾ ഒരുപാട് സഹിക്കേണ്ടി വരും, അനേകം നഷ്ടങ്ങൾ ഉണ്ടാകും, നമ്മൾ ഒറ്റപ്പെടും, സമൂഹം നമ്മളെ പലപ്പോഴും അകറ്റി നിർത്തും. ഇത്തരത്തിലുള്ള ഭയപ്പാടുകൾ നിമിത്തം നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പല സമയങ്ങളിലും കോംപ്രമൈസ് ചെയ്യുകയാണ്. നമ്മളൊരു കംഫർട്ട് സോണിൽ വിശ്വാസ ജീവിതം നയിക്കുകയാണ്. പലപ്പോഴും ഇത് തന്നെയാണ് ഇന്ന് സഭയുടെ തളർച്ച എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് പറയാണ്, എന്റെ ജീവനേക്കാളും വിലപ്പെട്ടത് എനിക്കെന്റെ വിശ്വാസമാണ്. ഈ ഒരു സ്പിരിറ്റാണ്. എന്റെ ജീവനേക്കാളും എനിക്ക് വിലപ്പെട്ടത് എന്റെ വിശ്വാസമാണ്. എന്ത് ധീരതയാർന്ന സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു അഭിഷേക നിറവിലേക്കാണ് ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മളെല്ലാം കടന്നു വരേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി എന്തുമാത്രം വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ, എഫോസസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് നിങ്ങൾ അറിയുന്നില്ലേ? ഈ വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് സിംഹവും അല്ലെങ്കിൽ കടുവയും കരടിയൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തിനെതിരായിട്ടുള്ള ശത്രുക്കളാണ്. കർത്താവിന്റെ വചനത്തെ മലിനപ്പെടുത്തുവാൻ ആഗ്രഹിച്ച കുറെ മനുഷ്യര് ആ നാളുകളിലും ഉണ്ടായിരുന്നു. അവർ ശക്തിയുക്തം പൗലോസിനെ എതിർത്തു. അപ്പോസ്തല പ്രവർത്തനങ്ങള് 19-ാം അധ്യായം 23 മുതൽ 41 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. അവിടെ വെള്ളിപ്പടിക്കാരുടെ ലഹള എന്നുള്ളൊരു ഹെഡിങ് കാണാം. ക്രിസ്തുമാർഗത്തെ കുറിച്ചുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ആ സമയത്ത് എഫേസസിൽ ഉണ്ടാവുകയാണ്. ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഒന്നിച്ചു കൂടുകയാണ് പൗലോസിനെ കൊല്ലുവാനായിട്ട്. അത്ഭുതകരമായി കർത്താവിന്റെ കരങ്ങൾ പൗലോസിനെ സംരക്ഷിക്കുകയാണ്.
ആ ജനക്കൂട്ടത്തിന്റെ ഭയങ്കരമായ അറ്റാക്കിൽ നിന്ന് പൗലോസ്ലീഹായെ കർത്താവ് രക്ഷിക്കുകയാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, വന്യമൃഗങ്ങളോട് ഞാൻ പോരാടി, മരണവക്രത്തോളം ഞാൻ എത്തി, കഠോരമായ പീഡനങ്ങൾ എനിക്കുണ്ടായി. ഇതെല്ലാം പൗലോസ് സഹിച്ചത് കർത്താവിന്റെ വചനത്തെ പ്രതിയും വിശ്വാസത്തെ പ്രതിയും. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാ. ആ ഉത്തമമായ ബോധ്യത്തോടൊന്ന് പറഞ്ഞേ, ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. നമുക്ക് വിശുദ്ധ പൗലോസിനെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. തൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പൗലോസിലേക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റി. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-8 വചനങ്ങളാണ്. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. എൻ്റെ കർത്താവ് നീതിയുടെ കിരീടം, ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, അവന്റെ പ്രത്യാഗമനത്തെ പ്രത്യാശപൂർവ്വം ആരെല്ലാം കാത്തിരിക്കുന്നുവോ അവർക്കെല്ലാം ഈ നീതിയുടെ കിരീടം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന ഈ സഹനങ്ങളൊന്നും പാഴല്ല. ഈ സഹനങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെ ഉണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ട്. മാത്രമല്ല, ഈ സഹനങ്ങളാണ് നിത്യതയിൽ നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നത്. അതാ പൗലോസ് പറഞ്ഞത്, നീതിയുടെ കിരീടം എനിക്കായി എൻ്റെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. 8 നോമ്പിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. അമ്മയുടെ കരം പിടിച്ച് അമ്മ സഹനശക്തിയുടെ ആത്മാവിൽ ജീവിച്ചവളായിരുന്നു. അമ്മയോടൊപ്പം ഈ വിശ്വാസ ജീവിതം നമുക്കും മുന്നോട്ട് കൊണ്ടുപോകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി